എല്ലാന്നല്ലേ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിട്ട് തൽക്കാലത്തേക്ക് അടച്ചതാ. ഓ അത് ശരി. കാറും ബസ്സും ഓട്ടോറിക്ഷ സ്കൂട്ടർ ഒന്നും പോവില്ല. നമുക്ക് നടന്നിട്ട് പോയിക്കൂടെ? നടന്നിട്ട് പോകുന്നില്ല, നീ കാണുന്നേ ഒരു മാസത്തേക്ക് വാഹനങ്ങൾക്ക് പോകാൻ പറ്റൂല, അത്രേ ഉള്ളൂ. അച്ഛാ വാ അച്ഛാ, ഇൻട്രോ പറഞ്ഞിട്ട് പോടേ. ഞാനെത്തി കേട്ടാ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാര സുധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഉള്ളത് പെരിങ്ങത്തൂർ പാലത്തിനടുത്താണ്. അച്ഛാ ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഈ പാലപ്പ പണി കഴിച്ചെന്നറിയാവാ? എന്റെ മക്കളെ, അച്ഛന് പണി കിട്ടി. ഞാനുണ്ടല്ലോ ഒരുപാട് ആളോടെല്ലാം ചോദിച്ചു. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിനാ? ഞാൻ ഗൂഗിൾ സെർച്ച് നോക്കി, അതിലൊന്നും എനിക്ക് മര്യാദ കിട്ടിയില്ല. അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള കൗൺസിലർമാരും മെമ്പർമാർക്ക് കൂടി എനിക്ക് പറഞ്ഞു തന്നു. 1972-71 കാലഘട്ടത്തിലാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. ഇതാരാ ഉദ്ഘാടനം ചെയ്തെന്നറിയാവാ? അച്ഛന് വീണ്ടും പണി കിട്ടി. എൻ്റെ മോനെ, അത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങളെല്ലാവരും നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇത് പറഞ്ഞു തരണം. ഈ പാലം ശരിക്ക് ഉദ്ഘാടനം ചെയ്ത വർഷം കറക്റ്റാണോ, ആരായിരുന്നു ഉദ്ഘാടനം ചെയ്തത്, ആരായിരുന്നു ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചതെന്നൊക്കെ നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്തണം അല്ലേ? അപ്പം നമ്മളെ തടി കഴിച്ചലായി. എന്താ അഭിപ്രായം? അപ്പം നമ്മുടെ ചങ്കുകളെ, പെരിങ്ങത്തൂർ പാലത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? കണ്ണൂർ ജില്ലയും കോഴിക്കോട് ജില്ലയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നാണ് പെരിങ്ങത്തൂർ പാലം. ഒരു പവിയേട്ടനെ വിളിച്ചിട്ടുണ്ട്. പവിയേട്ടൻ എങ്ങനെയുണ്ട്? നമ്മളിപ്പം പാലം അടച്ചല്ലോ, അപ്പൊ പണിയുണ്ടോ ഓട്ടോറിക്ഷക്കാർക്ക്? അബദ്ധമല്ലേ? അപ്പൊ ആളുകൾക്ക് നടന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് പാലം നമുക്ക് ഓട്ടോറിക്ഷക്കാർക്ക് പണിയുണ്ടാവും അല്ലേ? എല്ലാവർക്കും പണിയുണ്ടാവും. ഓക്കെ. വണ്ടിയിലേക്ക് ആളുകൾ പോകുന്നത്. അപ്പം ഇവരൊക്കെ പെരിങ്ങത്തൂരിലെ ഡ്രൈവർമാരാണ്. ഇവർ ഇപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ വണ്ടി ഓടുന്നത്. ഇവിടെയൊക്കെ വണ്ടികളുണ്ട്. ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഇവിടെ പണിയുണ്ട് നിങ്ങൾക്ക്? പണിയില്ല, പണി കുറവല്ലേ? അപ്പൊ എത്രയും പെട്ടെന്ന് തുറക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? എത്രയും പെട്ടെന്ന് പാലത്തിന്റെ പണി കഴിയാ തുറക്കാം. ഓക്കെ, ശരി. അച്ഛാ, നമ്മളെ പെരിങ്ങത്തൂർ പുഴ കാണാൻ എന്തൊരു ഭംഗിയാ. ഈ ബോട്ട് കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല? ഇല്ല, നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുമല്ലേ. ഏട്ടാ നമസ്കാരം. ഏട്ടാ, അപ്പൊ നമ്മള് പെരിങ്ങത്തൂർ പാലം അടച്ചല്ലേ? അപ്പൊ എത്രയും പെട്ടെന്ന് തുറക്കണം, പണി കഴിഞ്ഞിട്ട് തുറക്കണം അല്ലേ? ഇതല്ലേ? ബൈക്ക് വിടുന്നുണ്ടോ? ബൈക്ക് വിടുന്നില്ല. ഓക്കെ ഏട്ടാ, അപ്പൊ നമ്മൾ നോക്കട്ടെ എത്രയും പെട്ടെന്ന് നമുക്കിത് പണി കഴിഞ്ഞിട്ട് നമുക്ക് ഗതാഗത യോഗ്യമാക്കണം അല്ലേ? ഓക്കെ.
അങ്ങനെ നമ്മൾ പെരിങ്ങത്തൂർ പാലത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇനി നമ്മൾ പാലത്തിൻ്റെ അടിയിലേക്ക് പോയി അവിടെ എന്തൊക്കെയാണല്ലോ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ പെരിങ്ങത്തൂർ പാലത്തിൻ്റെ ഏറ്റവും അടിയിലെത്തിണ്ട്. പെരിങ്ങത്തൂർ പാലത്തിൻ്റെ അടിവശം ഇങ്ങനെയാണുള്ളത്. എന്തായാലും നമുക്ക് വളരെ ദൂരെ നിന്ന് വലിയൊരു കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മൾ പണി കഴിപ്പിച്ചിട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പെരിങ്ങത്തൂർ പാലത്തിൽ കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ഇനി നടന്ന് പോകാൻ മാത്രമേ സാധിക്കുള്ളൂ, വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.